ഒരു 15 വർഷമായിട്ട് ട്രെയിനിങ് മേഖലയിലുണ്ട്, 15-ലേറെ ആയിട്ടോ. അപ്പൊ ഇതിനകത്തുള്ള ഈ പാർട്ടിസിപ്പൻസിനെ കുറിച്ചിട്ടൊന്ന് പറയണമെന്നൊരു തോന്നലുണ്ട്. കാരണം നമ്മളൊരു മാസിന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകളില്ലേ, അയാം ഓക്കെ പറഞ്ഞിരിക്കും, ഒരു സാധനവും ആക്സെപ്റ്റ് ചെയ്യില്ല. കാലും കെട്ടിച്ചിരിക്കണ്ടോ, കൈ ഇങ്ങനെ ഇരിക്കണ്ടോ, ഡിഫെൻഡ് ചെയ്തിട്ട്, അതായത് അങ്ങനെ പഠിച്ചതും അറിഞ്ഞതും മാത്രമാണ് ശരി, വേറൊരു കാര്യത്തിനെയും ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് അറിഞ്ഞ കാര്യത്തിൽ അവർ ചേഞ്ചസിന് വരത്തില്ല. അവർ പഠിച്ച കാര്യങ്ങൾ അവർ അഡമന്റ് ആയിട്ട് അതിൽ തന്നെ നിൽക്കും. അത് എക്സാമ്പിൾസ് പറയുമ്പോഴും അവർ യോജിക്കില്ല അതിനോട്. പക്ഷേ പുതിയ കാര്യങ്ങൾ പറയുന്നത് ബ്ലൈൻഡ് ആയിട്ട് എടുക്കും. ഇങ്ങനെ ഒരു കാറ്റഗറി ആളുകളുണ്ട്. രണ്ടാമത്തെ കാറ്റഗറിയാണ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതിനെ മുഴുവൻ അവരെടുക്കും. ക്ലാസ്സിന് ശേഷം ഞാൻ പറഞ്ഞാല് പൊട്ടത്തരത്തിനെടുത്ത് മാറ്റും, അവരിലുള്ള പൊട്ടത്തരത്തിനെടുത്ത് മാറ്റും, എന്നിട്ട് അവരൊന്ന് റിജുവിനേറ്റ് ചെയ്യും. ഇങ്ങനെ 3 കാറ്റഗറി ആളുകളെ. ഇത് ഏത് ശരി ഏത് തെറ്റെന്ന് പറയണമെന്നല്ല. നോക്കിക്കേ, ഒരു ക്ലാസ്സിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. പലപ്പോഴും ഉണ്ടാവുന്ന ചലഞ്ച് എന്താണെങ്കിൽ, ഈ അയാം ഓക്കെ എന്ന് പറയുന്ന ആളുകളെ ഈ ക്ലാസ്സിന് മുഴുവൻ ഡിസ്റ്റർബ് ചെയ്യും. അതായത് അവൻ അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഇവൻ ഇടയ്ക്ക് നമ്മൾ പ്രൊവോക്ക് ചെയ്യുന്ന ഇടത്തിലേക്ക് വരും. ഈ പ്രൊവോക്കേഷൻ വന്നിട്ടുണ്ടാവും. ഈ ട്രെയിനർ കുറെ കാര്യങ്ങൾ കരുതി വന്നിട്ടുണ്ടാവേ. അപ്പൊ ഇവൻ പ്രൊവോക്ക് ചെയ്യും എന്നതുകൊണ്ട് തന്നെ അങ്ങൊരു കരുതി വന്ന സാധനങ്ങളെ പലതിനെയും അതിനെടുത്ത് മാറ്റും. അപ്പൊ ഒരു ബെസ്റ്റ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്, ഞാൻ ബിലീവ് ചെയ്യുന്നത് ലാസ്റ്റ് പേഴ്സൺ ആണ്. അതായത് എന്നിലുള്ള കാര്യങ്ങളെ മുഴുവൻ എടുത്തിട്ട് അവനിലുള്ള കാര്യങ്ങളെയും കൂടെ മെർജ് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് ഞാൻ പറഞ്ഞതിൽ പൊട്ടത്തരുണ്ടെങ്കിൽ എടുത്ത് കളയാം, അവനിലും പൊട്ടത്തരുണ്ടെങ്കിൽ എടുത്ത് കളയാണെങ്കിൽ അവനൊരു ബെസ്റ്റ് റിജുവിനേറ്റ് ചെയ്യുന്ന പുതിയ രീതിയിൽ ചിന്തിക്കുന്ന ആളായിട്ട് മാറാൻ പറ്റും. ഇതെപ്പോഴും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത്, എന്തെങ്കിലും കാര്യങ്ങൾ ലിസൺ ചെയ്യുന്ന സമയത്ത് ഓർക്കുന്നത് നല്ലതാണ്, ഉപയോഗിക്കുന്നത് നല്ലതാണ്. ശരിയല്ലേ?